നമസ്കാരം. അപ്പം നമുക്ക് നമ്മുടെ സബ്ജക്റ്റിലേക്ക് കിടക്കാം. അതായത് ബിൽഡിംഗ് പ്ലാനിംഗ് ആൻഡ് ഡ്രോയിങ്. അപ്പം നമ്മൾ സബ്ജക്റ്റ് തുടങ്ങുന്നതിന് മുന്നേ ഞാൻ നിങ്ങൾക്ക് 2 മിനിറ്റ് സമയം തരാം. എല്ലാവരും ഒന്ന് അറ്റൻഡൻസ് മാർക്ക് ചെയ്തിടൂ കേട്ടോ. എല്ലാവരും അറ്റൻഡൻസ് മാർക്ക് ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? അറ്റൻഡൻസ് മാർക്ക് ചെയ്യൂ കേട്ടോ. എല്ലാവരും മാർക്ക് ചെയ്യൂ. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ സബ്ജക്റ്റിലേക്ക് കിടക്കാം. അപ്പോൾ ബിൽഡിംഗ് പ്ലാനിംഗ് ആൻഡ് ഡ്രോയിങ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നത് മോഡ്യൂൾ 2 ആണ്. മോഡ്യൂൾ 2-ലെ ഫസ്റ്റ് ഞാൻ പറഞ്ഞു 2 പാർട്ടായിട്ടാണ് മോഡ്യൂൾ 2 ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് പാർട്ടും ഉണ്ട്, സെക്കൻഡും ഉണ്ട്. അപ്പോൾ ആ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ആദ്യത്തെ ഒരു പോർഷൻ നോക്കി കഴിഞ്ഞ ക്ലാസ്സിൽ. അപ്പോൾ കുറേ ഡെഫിനിഷൻസ് നോക്കി. ഏതൊക്കെയായിരുന്നു? പ്ലിന്ത് ഏരിയ, ഫ്ലോർ ഏരിയ, കാർപ്പറ്റ് ഏരിയ, ഫ്ലോർ ഏരിയ റേഷ്യോ FAR, കവറേജ് ഓഫ് ബിൽഡിങ്, ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ് ലൈനുകൾ, പിന്നെ സെറ്റ് ബാക്ക് ലൈൻ, ഹെഡ് റൂം എന്താണ്, മെസനൈൻ ഫ്ലോർ, ബേസ്മെൻറ്റ് ഫ്ലോർ, ഡിറ്റാച്ച്ഡ് ബിൽഡിംഗ് ആൻഡ് RC ഹൗസസ്. ഇപ്പം നമ്മൾ ഈ ഡെഫിനിഷൻസ് ഒക്കെ നോക്കി. ഞാൻ പറഞ്ഞു ഈ ഡെഫിനിഷൻസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എല്ലാ എക്സാമിനും 1.5 മാർക്കിൻ്റെ ഒരു മിനിമം 2 എന്തായാലും ചോദിക്കും. എനി 2 ഡെഫിനിഷൻസ് ചോദിക്കും. ഇതിൽ മോർ ദാൻ 2 ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, സോ ഈ ഡെഫിനിഷൻസ് നിങ്ങൾ പഠിച്ചിരിക്കണം. പിന്നെ നമ്മൾ നിർത്തിയത് ക്ലാസിഫിക്കേഷൻ ഓഫ് ബിൽഡിങ്സിനെ കുറിച്ച് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ബിൽഡിങ്സ് ആൻഡ് അതിൻ്റെ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ് ആസ് പെർ NBC ആൻഡ് KMBR റൂൾസ്. പിന്നെ അതേപോലെ നമ്മൾ സിംഗിൾ ലൈൻ സ്കെച്ച് പ്ലാൻ വരയ്ക്കാൻ പഠിക്കും. ലൈൻ സ്കെച്ച് വരയ്ക്കാൻ പഠിക്കും. സിംഗിൾ സ്റ്റോറി ബിൽഡിങ്സിൻ്റെയും ഡബിൾ സ്റ്റോറി റെസിഡൻഷ്യൽ ബിൽഡിങ്സ്, പിന്നെ പ്രൈമറി സ്കൂള്, പബ്ലിക് ഹെൽത്ത് സെൻറ്റർ ബിൽഡിങ്സ്. in a plot for specific plinth area as per NBC and KMBR. അപ്പം അതാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന പോർഷൻ. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടക്കാം. അപ്പോൾ ബിൽഡിങ്സ് ഞാൻ പറഞ്ഞു ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ബേസ്ഡ് ഓൺ ദ ഒക്യുപ്പൻസി ടൈപ്പ്. ഓക്കെ, അപ്പോൾ ബിൽഡിങ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 9 ഗ്രൂപ്പ്സ്. ഏതൊക്കെയാണ്? ഗ്രൂപ്പ് A റെസിഡൻഷ്യൽ ബിൽഡിങ്സ്, ഗ്രൂപ്പ് B educational buildings, group C institutional buildings, group D assembly buildings, group E business buildings, group F mercantile buildings, group G industrial buildings, group H storage buildings, and group J hazardous buildings. ഇതിലിപ്പോൾ നിങ്ങൾക്കൊരു സംശയം വരാൻ സാധ്യത, ഞാൻ വെറുതെ കുറേ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ഇതിൽ സംശയം വരാൻ സാധ്യത മെർക്കൻറ്റൈൽ ബിൽഡിംഗ്, അത് നിങ്ങൾ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കാം കേൾക്കുന്നത് പലരും. മെർക്കൻറ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, നമ്മുടെ ഷോപ്പുകളില്ലേ, നമ്മുടെ ഹോൾസെയിൽ ഷോപ്പ്, റീറ്റെയിൽ ഷോപ്പ്, അതൊക്കെയാണ് എന്താ മെർക്കൻറ്റൈലിൽ ഉദ്ദേശിക്കുന്നത്. അതായത് ഡിസ്പ്ലേക്ക് വെക്കുന്ന സ്റ്റോഴ്സ്, ഫോർ ഡിസ്പ്ലേക്ക്, സെയിലിന് വെക്കുന്ന അങ്ങനത്തെ സ്റ്റോഴ്സ്, ഷോപ്പ്, അതാണ് മെർക്കൻറ്റൈൽ ബിൽഡിംഗ് എന്ന് പറയുന്നത്. റെസിഡൻഷ്യൽ എല്ലാവർക്കും അറിയാമല്ലോ, വീട്, ഹൗസിങ് ഏരിയാസ്.
പിന്നെ അതേപോലെ എഡ്യൂക്കേഷണൽ ബിൽഡിങ്സ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ബിൽഡിങ്, അസംബ്ലി ഹാൾസ് ഒക്കെ, ബിസിനസ് ഓറിയന്റഡ് ആയിട്ടുള്ള ബിൽഡിങ്സ്, പിന്നെ മെർക്കൻറ്റൈൽ ഇപ്പോൾ പറഞ്ഞു, ഇൻഡസ്ട്രിയൽ ബിൽഡിങ്സ്, പിന്നെ സ്റ്റോറേജ് യൂസ് ഫോർ സ്റ്റോറിങ്, പിന്നെ അതേപോലെ ഹസാർഡസ് ബിൽഡിങ്സ്. ഓക്കെ. അപ്പോൾ ഇതിൽ നിങ്ങൾ ഈ ക്ലാസിഫിക്കേഷൻ ഓഫ് ബിൽഡിങ്സ് നിങ്ങൾക്ക് ഒരു ടോപ്പിക്ക് ഞാൻ പറഞ്ഞു, അതിൻ്റെ ഈ ക്ലാസിഫിക്കേഷൻ പഠിക്കണം, അതേപോലെ റിക്വയർമെൻറ്റ് പഠിക്കണം. റിക്വയർമെൻറ്റ്സ് ഓഫ് റെസിഡൻഷ്യൽ, ഇൻസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് ഹോസ്പിറ്റൽ ബിൽഡിങ്സ് എന്തൊക്കെയാണ് ഒരു റെസിഡൻഷ്യൽ ബിൽഡിങ്ങിൽ വേണ്ടത്, എന്തൊക്കെയാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ബിൽഡിങ്ങിൽ വേണ്ടത്, അതേപോലെ എന്തൊക്കെയാണ് ഒരു ഹോസ്പിറ്റൽ ബിൽഡിങ്ങിൽ വേണ്ടത് ആസ് പെർ NBC. NBC എന്ന് പറഞ്ഞാൽ എന്താ? നാഷണൽ ബിൽഡിംഗ് കോഡ്. അതേപോലെ KMBR, കേരള മുനിസിപ്പാലിറ്റി ബിൽഡിംഗ് റൂൾസ്. അപ്പോൾ ഇത് പ്രകാരം എന്തൊക്കെയാണ് അതിന് വേണ്ട റിക്വയർമെൻറ്റ്സ്. അപ്പോൾ അതിന് ഈ റിക്വയർമെൻറ്റ്സ് നോക്കാനായിട്ട് ഞാൻ അവിടെ NBC കോഡ് നിങ്ങൾക്ക് വേണ്ടി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് നോക്കാം, ആ NBC കോഡ്. ഓക്കെ. അപ്പോൾ അതിൽ റിക്വയർമെൻറ്റ്സ് ഒക്കെ പറയുന്നുണ്ട്, സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്. നമുക്കൊന്ന് നോക്കാം അല്ലേ. അപ്പോൾ ഇതാണ് നാഷണൽ ബിൽഡിംഗ് കോഡ് ഓഫ് ഇന്ത്യ. ഓക്കെ. അപ്പോൾ അതിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് നോക്കാം നാഷണൽ ബിൽഡിംഗ് കോഡ്. അപ്പോൾ അതാ കണ്ടൻസ് നോക്കൂ എല്ലാവരും. അപ്പോൾ അതിൽ പറയണ പാർട്ട് 0 ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ച് ആൻഡ് പ്രീ റിക്വിസിറ്റ് ഫോർ അപ്ലൈയിങ് പ്രൊവിഷൻ ഓഫ് ദ കോഡ്. പിന്നെ ഡെഫിനിഷൻസിനെ കുറിച്ച് ഇപ്പം നമ്മൾ പഠിച്ചില്ലേ, പ്ലിന്ത് ഏരിയ, കാർപ്പറ്റ് ഏരിയ, അങ്ങനത്തെ ആ ഡെഫിനിഷൻസ് എല്ലാം ഇതിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ സംശയമുള്ളവർക്കൊക്കെ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് ഒന്നും കൂടെ നോക്കാം. പിന്നെ അഡ്മിനിസ്ട്രേഷൻ, പിന്നെ അതേപോലെ പിന്നെ അടുത്തത് പറയുന്നതാണ് എന്ത്, കുറേ പോയി അല്ലേ, നോക്കട്ടെ, നോക്കാം. പിന്നെ പാർട്ട് 3 ആണ് നമുക്ക് വേണ്ടത്, ഡെവലപ്മെന്റ് കൺട്രോൾ റൂൾസ് ആൻഡ് ജനറൽ ബിൽഡിംഗ് റിക്വയർമെന്റ്. ഓക്കെ. അപ്പം നമുക്ക് ആ ഡെവലപ്മെന്റ് കൺട്രോൾ റൂൾസ് ആൻഡ് ജനറൽ ബിൽഡിംഗ് റിക്വയർമെന്റ്സ് ഒന്ന് നോക്കാം. ഓക്കെ. അപ്പം എന്തൊക്കെയാണ് ജനറൽ ബിൽഡിംഗ് റിക്വയർമെന്റ്സ്? അത് പാർട്ട് 3 കേട്ടോ ഇത് വരുന്നത്, നിങ്ങൾക്ക് പഠിക്കേണ്ടത്. ഓക്കെ. അപ്പോൾ ഡെവലപ്മെന്റ് കൺട്രോൾ റൂൾസ് ആൻഡ് ജനറൽ ബിൽഡിംഗ് റിക്വയർമെന്റുകൾ. അപ്പോൾ അതിന് എന്തൊക്കെയാണ് പറയണേ? സ്കോപ്പ് ദിസ് പാർട്ട് ഡീൽസ് വിത്ത് ദ ഡെവലപ്മെന്റ് കൺട്രോൾ റൂൾസ് ആൻഡ് ജനറൽ ബിൽഡിംഗ് റിക്വയർമെന്റ്സ് ടു എൻഷുർ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഓഫ് ദ പബ്ലിക്. അതിൽ ഓരോ ടെർമിനോളജീസ് പറയുന്നുണ്ട്. എന്താ ആക്സസ് എന്ന് വെച്ചാൽ എന്താ? ആക്സസ് എ ക്ലിയർ അപ്രോച്ച് ടു എ പ്ലോട്ട് ഓർ എ ബിൽഡിംഗ്. ആക്സസ് ഒരു പ്ലോട്ടിലേക്കുള്ള ഒരു ക്ലിയർ അപ്രോച്ച്, നമുക്ക് എത്തിപ്പെടാവുന്ന ഒരു പോസിബിലിറ്റി, അതാണ് ആക്സസ് എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ ആക്സസറി യൂസ്, എനി യൂസ് ഓഫ് ദ പ്രിമിസസ് സബോർഡിനേറ്റ്സ് ടു ദ പ്രിൻസിപ്പൽ യൂസ് ആൻഡ് കസ്റ്റമറലി ഇൻസിഡൻറ്റൽ ടു ദ പ്രിൻസിപ്പൽ യൂസ്. അപ്പം ഇതൊന്നും നിങ്ങൾക്കിപ്പോൾ ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്കിപ്പോൾ എന്താ ചോദിച്ചത്? റിക്വയർമെൻറ്റ്സ് ഓഫ് ദ ബിൽഡിംഗ് ആണ് ചോദിച്ചത്. ഇതിലുണ്ട് കേട്ടോ, നോക്കൂ എന്തൊക്കെയാണ് ഓരോ വേർഡ്സിൻ്റെ മീനിങ്. നമ്മളോട് ചോദിച്ചതല്ലേ ബേസ്മെൻറ്റ്, അതേപോലെ ബിൽഡിംഗ് ഹൈറ്റ്. എന്താണ് ബിൽഡിംഗ് ഹൈറ്റ്? ഇതെല്ലാം ഇതിൽ പറയുന്നുണ്ട് കണ്ടോ. ബിൽഡിംഗ് ഹൈറ്റ് ഓഫ് the vertical distance measured in the case of flat roofs from the average level of ground around and contiguous to the building, or as decided by the authority to the terrace of last livable floor of the building adjacent to the external walls. അപ്പോൾ അത് in case of flat roof. പിന്നെ ഒരു pitched roof ആണെങ്കിൽ up to the point where external surface of the outer wall intersect the finished surface of the sloping roof. പിന്നെ ഒരു ഗേബിൾ റൂഫ് ആണെങ്കിൽ, അപ്പം എല്ലാം ഇതിൽ നല്ല സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. പിന്നെ ബിൽഡിംഗ് ലൈൻ, എന്താണ് ബിൽഡിംഗ് ലൈൻ? ദ ലൈൻ അപ് ടു വിച്ച് ദ പ്ലിന്ത് ഓഫ് എ ബിൽഡിംഗ് അഡ്ജോയിനിങ് എ സ്ട്രീറ്റ് ഓർ എൻ എക്സ്റ്റൻഷൻ ഓഫ് എ സ്ട്രീറ്റ് ഓർ ഓൺ എ ഫ്യൂച്ചർ സ്ട്രീറ്റ് മേ ലോഫുള്ളി എക്സ്റ്റെൻഡ്. എത്രത്തോളം നമുക്ക് നമ്മുടെ പ്ലിന്ത് ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യാം ബിൽഡിങ്ങിൻ്റെ. പിന്നെ അതാ കാർപ്പറ്റ് ഏരിയ, എല്ലാം ഇതിൽ സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പം നമ്മൾ അതൊക്കെ നോക്കിയ പോർഷനാണ്. നമുക്കിവിടെ റിക്വയർമെൻറ്റ്സ് നോക്കാം അല്ലേ. അപ്പോൾ ഇതാ കണ്ടത്, ഡിറ്റാച്ച്ഡ് ബിൽഡിംഗ്, എ ബിൽഡിംഗ് ഡിറ്റാച്ച്ഡ് ഓൺ ഓൾ സൈഡ്സ്. അതാണ് ഞാൻ പറഞ്ഞ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു ബിൽഡിംഗ്, അതാണ് ഡിറ്റാച്ച്ഡ് ബിൽഡിംഗ്. ഓക്കെ.
അപ്പോൾ അങ്ങനെ ഒരു ബിൽഡിങ്ങിൻ്റെ ബന്ധപ്പെട്ട എല്ലാ ഡെഫിനിഷൻസും ഓൾമോസ്റ്റ് പാരപ്പറ്റ് എന്താണ്, പ്ലിന്ത് എന്താണ്, സോ ആൽഫബറ്റിക്കൽ ഓർഡറിലാണ് പറയണത്. ഓക്കെ, പിന്നെ വാട്ടേഴ്സ് വിൻഡോ ഗ്രേഡിയൻ്റ് എന്താണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ എന്താ ഇവിടെ എന്താ സോണ്, ഏത് സോണിലാണ് റെസിഡൻഷ്യൽ ബിൽഡിംഗ് എന്നൊക്കെ പറയണത്, ഏത് സോണിലാണ് വരിക. ഓക്കെ, അപ്പോൾ ഈ കോഡ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരുമാതിരിപ്പെട്ട എല്ലാ എന്താ ഡേറ്റാസും കിട്ടും. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ സെറ്റ് ബാക്ക് ഡിസ്റ്റൻസ് പഠിച്ചിരുന്നു. അപ്പോൾ അത് സെറ്റ് ബാക്ക് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ബൗണ്ടറി ലൈനിൽ നിന്ന് നമ്മുടെ ബിൽഡിങ്ങിലേക്കുള്ള ആ ഒരു ഡിസ്റ്റൻസ്. അപ്പോൾ അതെത്ര വേണം, ഓരോ ബിൽഡിംഗ് ഹൈറ്റിനനുസരിച്ച് എത്ര വേണം, അങ്ങനെ പിന്നെ ഒരു ബിൽഡിങ്ങിന് എത്രത്തോളം ഹൈറ്റ് പോവാം, അങ്ങനെ എല്ലാ നിങ്ങൾക്ക് വേണ്ട ഡേറ്റാസും അതിൽ കിട്ടും. ഓക്കെ, പിന്നെ പറയണത് നോക്കട്ടെ, പിന്നെ നിങ്ങൾക്ക് ഇതിൽ നോക്കേണ്ടത് ഞാൻ പറഞ്ഞല്ലോ, ജനറൽ ബിൽഡിംഗ് റിക്വയർമെൻറ്റുകളുണ്ട്. ഓക്കെ, നമുക്ക് നോക്കിപ്പോവാം. ഈ PDF ഞാൻ നിങ്ങൾക്ക് സെൻഡ് ചെയ്യാം കേട്ടോ, നിങ്ങളുടെ ക്ലാസ് ഇതിലിടാം, വാട്സാപ്പ് ഗ്രൂപ്പിലിടാം, എല്ലാവരും ഇതൊന്ന് നോക്കിയാൽ മതി. റിക്വയർമെൻറ്റ്സ് ഓഫ് പ്ലോട്ട് എന്തൊക്കെയാണ്, പ്ലോട്ടിൽ എന്തൊക്കെയാണ് വേണ്ടത്. അപ്പോൾ ഇതെല്ലാം ബിൽഡിങ്ങിൻ്റെ റിക്വയർമെൻറ്റ്സിൽ പെടും. നോ ബിൽഡിംഗ് ഷാൽ ബി കൺസ്ട്രക്റ്റഡ് ഓൺ എനി സൈറ്റ് ഓൺ എനി പാർട്ട് ഓഫ് വിച്ച് ദർ ഇസ് ഡെപ്പോസിറ്റഡ് റെഫ്യൂസ്, എക്സ്ക്രീറ്റ ഓർ അതർ ഒഫെൻസീവ് മാറ്റർ ഒബ്ജെക്ഷനബിൾ ടു ദി അതോറിറ്റി. അതെ, നമുക്ക് അങ്ങനെ റെഫ്യൂസും ഒക്കെ ഉള്ളിടത്ത്, ഒഫെൻസീവ് മാറ്റർ ഉള്ള സ്ഥലത്ത് നമ്മൾക്ക് ഒരിക്കലും ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ പാടില്ല. ഓക്കെ, പിന്നെ ഡാം സൈറ്റ്സ്, അതായത് നനഞ്ഞ സൈറ്റ്, പിന്നെ ഡിസ്റ്റൻസ് ഫ്രം ഇലക്ട്രിക് ലൈൻ, നമ്മൾ എത്ര ഡിസ്റ്റൻസ് വെക്കണം ഇലക്ട്രിക് ലൈനിൽ നിന്ന്. ഓക്കെ, പിന്നെ ഡിസ്റ്റൻസ് ഫ്രം വാട്ടർ സോഴ്സ്, പിന്നെ ഓപ്പൺ സ്പേസസ് വിത്തിൻ എ പ്ലോട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളിതൊന്ന് നോക്കുക, യു ഹാവ് ടു ഗോ ത്രൂ ദിസ്. അപ്പം നിങ്ങൾക്ക് കാണാം റിക്വയർമെൻറ്റ്സ്, ഏരിയ ആൻഡ് ഹൈറ്റ് ലിമിറ്റേഷൻസ്. ഇതാ ഹൈറ്റ് ലിമിറ്റേഷൻ, എത്രത്തോളം ഹൈറ്റ് വരെ പോവാം. റെസ്ട്രിക്ഷൻ സ്ട്രീറ്റ് വിത്തിനനുസരിച്ച്, ഇതാ ഏരിയ ലിമിറ്റ്, ഇതാ അവിടെ എഴുതിയിരിക്കുന്നത്, ഏരിയ ലിമിറ്റ്സ് ഷാൽ അപ്ലൈ ടു ഓൾ ബിൽഡിംഗ്സ് fronting on a street or public space not less than 9 meter in width accessible to a public street. അതേപോലെ ഹൈറ്റ് ലിമിറ്റേഷനിൽ പറയുന്നുണ്ട്, നോക്കൂ, ദ ഹൈറ്റ് ആൻഡ് നമ്പർ ഓഫ് സ്റ്റോറീസ് ഷാൽ ബി റിലേറ്റഡ് ടു FAR. കണ്ടോ, FAR എന്തായിരുന്നു, ഫ്ലോർ ഏരിയ റേഷ്യോ. അപ്പോൾ നമ്മൾ FARനെ കുറിച്ചൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ അതൊക്കെ നോക്കൂ, ഹൈറ്റ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നതിൽ വരുന്ന ആസ്പെക്റ്റ് ആണ് എന്ത്, FAR. അതേപോലെ ഓഫ് സ്ട്രീറ്റ് പാർക്കിംഗ്, ഗ്രീൻ ബെൽറ്റ്. ഓക്കെ, അപ്പോൾ അതൊക്കെ കഴിഞ്ഞ്, ഗ്രീൻ ബെൽറ്റ് എന്ന് വെച്ചാൽ ഒന്നുമില്ല, നമ്മൾ പ്ലാന്റിങ് ട്രീസ്. ഇപ്പോൾ ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ ഒക്കെ ആണെങ്കിൽ ഇപ്പം നമ്മളത് സ്പെസിഫൈ ചെയ്യും. ഞാൻ നിങ്ങളോട് EIA നിങ്ങൾക്കറിയോ, EIA എന്ന് പറഞ്ഞാൽ എൻവയൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻ്റ് ആണത്. ഒരു പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു പ്രൊജക്റ്റിന് ആ പ്രൊജക്റ്റിന് എൻവയൺമെൻറ്റിലേക്ക് ഇമ്പാക്റ്റ് ഇല്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. ഓക്കെ, അപ്പോൾ EIA സർട്ടിഫിക്കറ്റ് കിട്ടണം ഇപ്പോൾ, അതായത് ആ പ്രൊജക്റ്റ് ഹാസ് വെരി ലെസ് ഇമ്പാക്റ്റ് ഓൺ ദ എൻവയൺമെൻറ്റ് എന്നുള്ളത് ഉറപ്പ് വരുത്തണം. അപ്പോൾ അതിന് ആസ് എ പാർട്ട് ഓഫ് ദാറ്റ് നമ്മളിപ്പോൾ ചെയ്യുന്നൊരു കാര്യമാണ് ഗ്രീൻ ബെൽറ്റ് കൺസ്ട്രക്ട് ചെയ്യുക. ഗ്രീൻ ബെൽറ്റ് എന്ന് വെച്ചാൽ എന്താ, ചെടികൾ നടുക. സിമ്പിൾ വേർഡ്സിൽ പറയുകയാണെങ്കിൽ ചെടികൾ നമ്മുടെ ആ ഇൻഡസ്ട്രിക്ക് ചുറ്റും നടുക. അപ്പം എന്ത് പറ്റും, അപ്പം നമ്മുടെ പൊല്യൂഷൻ നമുക്ക് പുറത്ത് പോകുന്നത് ഒരുപാട് തടയാൻ പറ്റും. ഓക്കെ, ഈ പൊല്യൂട്ടൻസ് പുറത്ത് പോകുന്നത് കാരണം ഈ മരങ്ങളുടെ ഇലകളൊക്കെ എന്താവും, സ്ക്രീൻസ് പോലെ ആക്ട് ചെയ്യും. അപ്പം എന്താ, പൊല്യൂട്ടൻസ് ഒന്നും പുറത്ത് പോവില്ല, ഒരുമാതിരി നമുക്ക് എല്ലാം തടയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് റിക്വയർമെൻറ്റ്സ് ഓഫ് പാർട്സ് ഓഫ് ബിൽഡിംഗ് ഇതാണ്. അപ്പോൾ എന്തൊക്കെയാണ് റിക്വയർമെൻറ്റ്സ് നമുക്ക് നോക്കാനുള്ളത് ഞാൻ പറഞ്ഞു. എന്തൊക്കെയായിരുന്നു, റെസിഡൻഷ്യൽ ബിൽഡിങ്ങും പിന്നെ എഡ്യൂക്കേഷണൽ ബിൽഡിങ്ങും അതേപോലെ
പബ്ലിക് ഹെൽത്ത് സെൻറ്റർ. അപ്പോൾ ഇതിൻ്റെയൊക്കെ എന്താണ് പാർട്സ് ഓഫ് ദ ബിൽഡിംഗ് റിക്വയർമെൻറ്റുകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഇപ്പോൾ ദ പ്ലിന്ത് പറയുകയാണെങ്കിൽ നോക്കൂ, മെയിൻ ബിൽഡിംഗ്. The plinth or any part of a building or outhouse shall be so located with respect to the surrounding ground level that adequate drainage of the site is assured. ഇപ്പോൾ പ്ലിന്ത് ലെവൽ നമ്മൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണം. എങ്ങനെ? ഡ്രെയിനേജിന് ഒരു പ്രശ്നവും തടസ്സവും ഉണ്ടാവാൻ പാടില്ല. The height of the plinth shall not be less than 450 mm from the surrounding ground level. അപ്പോൾ മിനിമം ഹൈറ്റ് എത്ര കൊടുക്കണം? 45 സെൻറ്റിമീറ്റേഴ്സ് എങ്കിലും കൊടുക്കണം. ഓക്കെ. പിന്നെ അതേപോലെ ഇൻറ്റീരിയർ കോർട്ട്യാർഡ് ആൻഡ് കവേർഡ് പാർക്കിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ, അതായത് നമ്മുടെ ഇൻറ്റീരിയർ കോർട്ട്യാർഡ് വീടിൻ്റെ അകത്ത്, വീടോ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന ബിൽഡിങ്ങിൻ്റെ അകത്ത് കോർട്ട്യാർഡ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ മിനിമം എത്രയായിരിക്കണം? ദ ഫ്ലോർ ഷുഡ് ബി അറ്റ്ലീസ്റ്റ് എത്ര? ഷാൽ ബി റേസ്ഡ് അറ്റ്ലീസ്റ്റ് 150 mm, അതായത് 15 സെൻറ്റിമീറ്റേഴ്സ് എങ്കിലും എബവ് ദ ഡിറ്റർമിനിങ് ഗ്രൗണ്ട് ലെവൽ റേസ് ചെയ്തിരിക്കണം. അതേപോലെ ദാറ്റ് ഷാൽ ബി സാറ്റിസ്ഫാക്ടർലി ഡ്രെയിൻഡ്, ഡ്രെയിനേജ് ഉറപ്പുവരുത്തണം. പിന്നെ ഒരു ഹാബിറ്റബിൾ റൂം എടുക്കുകയാണെങ്കിൽ, ഇൻ കേസ് ഓഫ് എ റെസിഡൻഷ്യൽ ബിൽഡിംഗ്, ഹൈറ്റ് എന്തായിരിക്കണം? ദ ഹൈറ്റ് ഓഫ് ഓൾ റൂംസ് ഫോർ ഹ്യൂമൻ ഹാബിറ്റേഷൻ ഷെൽ നോട്ട് ബി ലെസ് ദാൻ 2.75 meter മെഷേർഡ് ഫ്രം ദ സർഫസ് ഓഫ് ദ ഫ്ലോർ ടു ദ ലോവസ്റ്റ് പോയിന്റ് ഓഫ് ദ സീലിംഗ്. കണ്ടോ? ലോവസ്റ്റ് പോയിന്റ് ഓഫ് ദ സീലിംഗ്. ഇതെന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്കൊരു ബീം ഉണ്ടെങ്കിൽ ആ ബീമിൻ്റെ അടിഭാഗമാണ് ദ ലോവസ്റ്റ് പോയിന്റ് ഓഫ് ദ സീലിംഗ് എന്ന് പറയണത്. ബീംസ് ഉണ്ടെങ്കിൽ ഇല്ല, ഫ്ലാറ്റ് റൂഫ് ആണെങ്കിൽ ആ സ്ലാബിൻ്റെ താഴ്ഭാഗം, അതായത് മുകളിലത്തെ ഫ്ലോറിൻ്റെ സ്ലാബിൻ്റെ താഴ്ഭാഗം. ഓക്കെ. അപ്പോൾ അതാണ് ഹൈറ്റ്. ഹൈറ്റ് മിനിമം 2.75 meter വേണം അല്ലേ? അങ്ങനെ ഓരോന്നും ഇതിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് റിക്വയർമെൻറ്റ്സ് ഓഫ് ദി ബിൽഡിംഗ്. ഓക്കെ. ഇതാ ഇവിടെ പറയുന്നുണ്ട്, ദ റിക്വയർമെൻറ്റ്സ് ഓഫ് 12.2.1 നേരത്തെ പറഞ്ഞത് അപ്ലൈസ് ടു റെസിഡൻഷ്യൽ, ബിസിനസ് ആൻഡ് മെർക്കൻറ്റൈൽ ബിൽഡിങ്സ്. പിന്നെ ഫോർ എഡ്യൂക്കേഷണൽ ഇൻഡസ്ട്രിയൽ ബിൽഡിങ്സ് ആണെങ്കിൽ ദ മിനിമം റിക്വയർമെൻറ്റ്സ് അപ്ലൈ. എന്തൊക്കെയാണ്? സീലിംഗ് ഹൈറ്റ് എഡ്യൂക്കേഷനിൽ 3.6 meter കൊടുക്കണം ഫോർ ഓൾ റീജിയൻസ്. ഇൻ കോൾഡ് കൺട്രീസ് അല്ല, കോൾഡ് കൺട്രി ആണെങ്കിൽ 3 meter, അല്ല സാധാരണ ആണെങ്കിൽ 3.6 meter. അതേപോലെ ഇൻഡസ്ട്രിയൽ ബിൽഡിങ്സിൻ്റെ സീലിംഗ് ഹൈറ്റ് 3.6 meter ആയിരിക്കണം. കണ്ടീഷൻഡ് 3 meter ഫാക്ടറി ആക്ട് പ്രകാരം 1948 ആൻഡ് റൂൾസ് therein shall govern such heights where applicable. ഓക്കെ. പിന്നെ അതേപോലെ സൈസ് എന്തായിരിക്കണം? ദ ഏരിയ ഓഫ് ഹാബിറ്റബിൾ റൂം ഷാൽ നോട്ട് ബി ലെസ് ദാൻ 9.5 meter square where there is only one room with a minimum width of 2.4 meter. ഒരൊറ്റ റൂമേ ഉള്ളുവെങ്കിൽ അതിൻ്റെ മിനിമം ഏരിയ ഓഫ് ദ റൂം ഷാൽ ബി 9.5 meter square. പിന്നെ വേർ ദർ ആർ 2 rooms, 2 റൂം ഉണ്ടെങ്കിൽ വൺ ഓഫ് ദീസ് ഷാൽ നോട്ട് ബി ലെസ് ദാൻ, 2 റൂം ഉണ്ടെങ്കിൽ ഒന്നിനെങ്കിലും മിനിമം 9.5 meter square ഉണ്ടായിരിക്കണം. ആൻഡ് ദ അതർ നോട്ട് ലെസ് ദാൻ 7.5 meter square വിത്ത് എ മിനിമം വിഡ്ത്ത് ഓഫ് 2.1 meters. ഓക്കെ. പിന്നെ അതേപോലെ കിച്ചൺ, അങ്ങനെ ഓരോ കാര്യത്തിൻ്റെയും സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ ഇത് സ്ലൈഡായിട്ട് ഉണ്ടാക്കാത്തത് കാരണം അങ്ങനെ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ്, മനസ്സിലായല്ലോ. ഓരോ കാര്യത്തിനും ഓരോ സ്പെസിഫിക്കേഷൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ കുറച്ച് ജനറലായിട്ട് പഠിക്കുക. പിന്നെ നമുക്ക് ഹോപ്പ്ഫുള്ളി അങ്ങനെ ജനറലൈസ് ചെയ്തിട്ട് തന്നെ ചോദിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ, കുറച്ച് പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ പോയിന്റ് വൈസ് എഴുതുക. അക്കോർഡിംഗ് ടു ദ മാർക്ക് നിങ്ങൾ അത്ര പോയിന്റ്സ് മിനിമം കുറച്ചൊരു 10 to 15 പോയിന്റ്സ് പഠിച്ചു വെക്കുക, ടു ബി ഓൺ ദ സേഫർ സൈഡ്. ഓക്കെ. അപ്പോൾ ആ ചോദ്യം ചോദിച്ചാൽ എത്ര മാർക്ക് ഉണ്ടോ അത്ര പോയിന്റ്സ് മിനിമം എഴുതിയിരിക്കണം, എന്നാൽ തന്നെ മാർക്ക് കിട്ടും. പിന്നെ ഇതാ ബാത്റൂംസിൻ്റെ കാര്യം പറയുന്നു. ഇതാ ബാത്റൂം ആൻഡ് വാട്ടർ ക്ലോസറ്റ്, അതിൻ്റെ ഹൈറ്റ് ഓഫ് ബാത്റൂം ഓർ വാട്ടർ ക്ലോസറ്റ് മെഷേർഡ് ഫ്രം ദ സർഫസ് ഓഫ് ഫ്ലോർ ടു ദ ലോവസ്റ്റ് പോയിന്റ് ഓഫ് ദ സീലിംഗ് ഷെൽ നോട്ട് ബി ലെസ് ദാൻ 2.1 meter. മിനിമം 2.1 meter വേണം ബാത്റൂമിന്. ഓക്കെ. അതേപോലെ സൈസ് ഓഫ് ദ റൂം നോക്കൂ. ദ ഏരിയ ഓഫ് എ ബാത്റൂം ഷെൽ നോട്ട് ബി ലെസ് ദാൻ 1.8 meter square. അപ്പം ബാത്റൂമിൻ്റെ ഏരിയ മിനിമം 1.8 meter square വേണം വിത്ത് എ മിനിമം വിഡ്ത്ത് ഓഫ് 1.2 meters. അല്ലേ? അതേപോലെ ദ ഫ്ലോർ ഏരിയ ഓഫ് വാട്ടർ ക്ലോസറ്റ് ഷെൽ ബി 1.1 meter square വിത്ത് എ മിനിമം വിഡ്ത്ത് ഓഫ്
0.9 meters. അതേപോലെ അത് രണ്ടും കമ്പൈൻഡ് ആണെങ്കിൽ, ബാത്തും വാട്ടർ ക്ലോസറ്റും കമ്പൈൻഡ് ആണെങ്കിൽ it should not be less than 2.8 meters square with a minimum width of 1.2 meters. അല്ലേ? ഓക്കെ. അപ്പോൾ പിന്നെ other requirements, every bathroom or water closet shall be so situated that at least one of its walls shall be open to the external air and not be directly over or under any room other than another water closet, washing place, bath or terrace unless it has a watertight floor. രണ്ട് ഫ്ലോറുകൾ, ഇപ്പോൾ ഫസ്റ്റ് ഫ്ലോറും സെക്കൻഡ് ഫ്ലോറിൻ്റെയും ഇത് ഒരു നേരെ മുകളിൽ വരികയാണെങ്കിൽ നമ്മൾ എന്ത് എൻഷുർ ചെയ്യണം? നമ്മുടെ ഫ്ലോർ ഇസ് വാട്ടർ ടൈറ്റ് എന്ന് എൻഷുർ ചെയ്യണം. അപ്പം അങ്ങനത്തെ കുറേ കണ്ടീഷൻസ് ബാത്റൂമിൻ്റെ കേസാണ് ഇപ്പോൾ ഇത്. ഇനി പറയുകയാണെങ്കിൽ no room containing water closet shall be used for any other purpose except lavatory. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് വായിക്കാം. പിന്നെ അതേപോലെ ലെഡ്ജ് ഓർ ലോഫ്റ്റിൻ്റെ ഹൈറ്റ് എത്രയായിരിക്കണം, സൈസ്, മെസനൈൻ ഫ്ലോറിൻ്റെ ഹൈറ്റ്, ഇറ്റ് ഷall ഹാവ് എ മിനിമം ഹൈറ്റ് 2.2 മീറ്റർ എങ്കിൽ. ഈ മെസനൈൻ ഫ്ലോർ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് കേട്ടോ. കാരണം ഞാൻ കുറേ പേപ്പേഴ്സിൽ ഈ മെസനൈൻ ഫ്ലോറിൻ്റെ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. മെസനൈൻ ഫ്ലോറിൻ്റെ മിനിമം ഹൈറ്റ് 2.2 മീറ്റർ, പിന്നെ സൈസ് ഒക്കെ പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് വായിച്ച് നോക്കാം. അതായത് സ്റ്റോർ റൂം, പിന്നെ ഗരാജ്, നമ്മുടെ കാർ പാർക്കിംഗ്, പ്രൈവറ്റ് ഗരാജ് ആണെങ്കിൽ എത്ര വേണം, പബ്ലിക് ഗരാജ് ആണെങ്കിൽ. അപ്പം നമുക്ക് പബ്ലിക് ബിൽഡിങ്സിനൊക്കെ എഡ്യൂക്കേഷനിലും നിങ്ങളുടെ സിലബസിലെ ബാക്കി അതൊക്കെ പബ്ലിക് ബിൽഡിങ്സാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ പബ്ലിക് ഗരാജ് എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ ദ നമ്പർ ഓഫ് വെഹിക്കിൾസ് പാർക്ക്ഡ് ആണ്. ഓക്കെ, പിന്നെ ഇതവിടെ C10 എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് മുകളിൽ പോവുക. ഇതിപ്പോൾ 12 അല്ലേ, അതിൻ്റെ 10 നോക്കിയിട്ട് അതിനനുസരിച്ച്. ഓക്കെ, നിങ്ങൾക്കൊരു കോഡ് നോക്കാൻ അറിയില്ലേ? അപ്പം അതിങ്ങനെ കോഡ് നോക്കുമ്പോൾ കുറേ താഴേക്കും മേലേക്കും പോയി വേണം നോക്കാൻ കേട്ടോ. പിന്നെ ചിമ്നി ഹൈറ്റ്, പിന്നെ ഒരു ക്യാബിൻ ഉണ്ടെങ്കിൽ, പിന്നെ വെൽസ്, കിണറിന് എത്രയായിരിക്കണം, റിക്വയർമെൻറ്റ്സ് എല്ലാം പറയുന്നുണ്ട്. ദ സെപ്റ്റിക് ടാങ്ക്, അതായത് വേറെ സെപ്റ്റിക് ടാങ്ക് ഇസ് യൂസ്ഡ് ഫോർ സീവേജ് ഡിസ്പോസൽ. ദ ലൊക്കേഷൻ, ഡിസൈൻ ആൻഡ് കൺസ്ട്രക്ഷൻ ഓഫ് ദ സെപ്റ്റിക് ടാങ്ക് ഷാൽ കൺഫോം ടു റിക്വയർമെൻറ്റ്സ് 12.5.1 and 2. നോക്കാം നമുക്ക് നോക്കാം. അപ്പോൾ എന്താ ആദ്യത്തെ പറയണ, ലൊക്കേഷൻ ഓഫ് സെപ്റ്റിക് ടാങ്ക് ആൻഡ് സബ്സർഫസ് അബ്സോർപ്ഷൻ സിസ്റ്റം. അപ്പം അതെന്താണ് പറയണത്? അത് പറയണത് a subsoil dispersion system shall not be closer than 18 meter from any source of drinking water such as well to mitigate the possibility of bacterial pollution of water supply. അത് പറയണത് നമ്മുടെ വാട്ടർ സോഴ്സ് ഒരിക്കലും എന്തിനോട് അടുത്താവാൻ പാടില്ല, എന്നാ സബ്സോയിൽ ഡിസ്പേർഷൻ സിസ്റ്റം ഷെൽ നോട്ട് ബി ക്ലോസർ ദാൻ 18 മീറ്റർ, 18 മീറ്ററിലും അടുത്തേക്ക് വരാൻ പാടില്ല. ഫ്രം എനി സോഴ്സ് ഓഫ് ഡ്രിങ്കിങ് വാട്ടർ സോഴ്സ് പറയുമ്പോൾ വെല്ലൊക്കെ. ഓക്കെ, കാരണം വെല്ലിൻ്റെ അടുത്ത് വന്നാൽ, സെപ്റ്റിക് ടാങ്ക് വന്നാൽ വെൽ എന്ത് പറ്റും, വെൽ വിൽ ബി പൊല്യൂട്ടഡ് അല്ലേ. പിന്നെ ഇറ്റ് ഷെൽ ഓൾസോ ബി ആസ് ഫാർ റിമൂവ്ഡ് ഫ്രം ദ നിയറസ്റ്റ് ഹാബിറ്റബിൾ ബിൽഡിംഗ് ആസ് എക്കണോമിക്കലി ഫീസിബിൾ ബട്ട് നോട്ട് ക്ലോസർ ദാൻ 6 മീറ്റർ to avoid damage to the structure. ഓക്കെ, അപ്പോൾ മാക്സിമം മിനിമം 6 മീറ്റർ എങ്കിലും എന്തായാലും ദൂരെ ആയിരിക്കണം. പിന്നെ ഒരു സെപ്റ്റിക് ടാങ്കിൻ്റെ ഡയമെൻഷൻ പറയാണ്. ഡയമെൻഷൻസ് ഷെൽ ഹാവ് എ മിനിമം വിഡ്ത്ത് 75 സെൻറ്റിമീറ്റേഴ്സ്, അതേപോലെ ഡെപ്ത് 1 മീറ്റർ കൊടുക്കണം. ഓക്കെ, പിന്നെ വിത്ത് എ ലിക്വിഡ് കപ്പാസിറ്റി ഓഫ് 1 മീറ്റർ ക്യൂബ്. ദ ലെങ്ത് ഓഫ് ടാങ്ക് ഷാൽ ബി 2 to 4 times the width. അങ്ങനെ കുറേ സെപ്റ്റിക് ടാങ്കിൻ്റെ തന്നെ ക്രൈറ്റീരിയാസ് പറയാണ്. പിന്നെ ഒരു ഓഫീസ് റൂം ഓർ ലെറ്റർ ബോക്സ് റൂം. ഓഫീസ് റൂം in the case of multi-storied multi-family dwelling apartments constructed by existing and proposed cooperative housing societies, എന്താ പറയുന്നത്, an office cum letter box room of dimension 3.6 meter by 3 meter shall be provided on the ground floor. In case the number of flats is more than 20, the maximum size of office cum letterbox room shall be 20 meters square. Near a business building ആണെങ്കിൽ
Provision shall be made for letterbox on the entrance floor as per the requirements of the postal department. അപ്പൊ നമുക്ക് നമ്മുടെ ബിൽഡിംഗ് നമ്മളിപ്പോ കുറച്ച് ജനറൽ സ്പെസിഫിക്കേഷൻസ് ആണ് കേട്ടോ അതിൽ പറയുന്നത്. ഇതിൽ ജനറൽ സ്പെസിഫിക്കേഷനാണ്. അപ്പൊ നമ്മളുടെ ബിൽഡിംഗ് ഏതാണോ, ഇപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിൽ ഒരു സ്പെസിഫിക് ബിൽഡിംഗ് തന്നാൽ അതിനനുസരിച്ച് എഴുതാൻ പഠിക്കണം. ഓക്കെ, ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പൊ റെസിഡൻഷ്യൽ ബിൽഡിങ്ങിന്റെ റിക്വയർമെന്റ്സ് ആണ് ചോദിച്ചതെങ്കിൽ, അപ്പൊ നമുക്കറിയാം റെസിഡൻഷ്യൽ ബിൽഡിങ്ങിൽ എന്തൊക്കെ വരാം. പ്ലിന്ത് ഇപ്പൊ കോമൺ ഫോർ ഓൾ ആണ്. ഓക്കെ, പിന്നെ അതേപോലെ ചില കോമൺ ആയിട്ടുള്ളതുണ്ട്. അതേപോലെ പക്ഷേ കിച്ചൺ ഒക്കെ വരികയാണെങ്കിൽ, കിച്ചൺ എന്നൊക്കെ പറയുന്നത് റെസിഡൻഷ്യൽ ബിൽഡിങ്ങിൽ വരുന്നതാണ് അല്ലെ. അപ്പൊ അങ്ങനത്തത് സ്പെസിഫിക്കലി നമുക്ക് റെസിഡൻഷ്യലിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, പിന്നെ അതേപോലെ സ്റ്റെയർ കേസ്, എക്സിറ്റ് റിക്വയർമെന്റ്സ്. staircase the minimum width, the minimum tread width and maximum riser of staircase for building shall be as given in 12.18.1.1 to 1.3. So അതൊക്കെ പറയുന്നുണ്ട്. റെസിഡൻഷ്യൽ ബിൽഡിങ്ങിന് മിനിമം 1 മീറ്റർ വേണം, വിഡ്ത്ത് 1 മീറ്റർ ആയിരിക്കണം. പിന്നെ ഈ A1, A2, A3, A4 എന്നൊക്കെ പറയുന്നത് നമുക്ക് ഒരു ബിൽഡിംഗ് ക്ലാസിഫിക്കേഷനും കൂടെ ഉണ്ട് കേട്ടോ, ബേസ്ഡ് ഓൺ ദ ടൈപ്പ് ഓഫ് കൺസ്ട്രക്ഷൻ. കൺസ്ട്രക്ഷനെ ബേസ് ചെയ്തിട്ട് നമ്മൾ A1, A2, A3, A4, A5, A6 ബിൽഡിങ്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ അതാണ് അവര് സ്പെസിഫൈ ചെയ്യുന്നത് ഇവിടെ. പിന്നെ അതേപോലെ മിനിമം ട്രെഡ്, മിനിമം റൈസർ എത്ര കൊടുക്കണം. ഓക്കെ, അപ്പൊ അത് സ്റ്റെപ്പിന്റെ കുറെ സ്പെസിഫിക്കേഷൻസ് പറയുന്നുണ്ട് അല്ലെ. പിന്നെ roof of a building shall be so designed and constructed as to effectively drain water by means of sufficient rainwater pipes. അപ്പൊ നമ്മൾ സഫീഷ്യന്റ് റെയിൻ വാട്ടർ പൈപ്പുകൾ കൊടുക്കണം, സോ ദാറ്റ് റൂഫിൽ വീഴുന്ന വെള്ളം നമുക്ക് താഴെ എത്തിക്കാം. പിന്നെ അതേപോലെ റിക്വയർമെന്റ്സ് ഫോർ ആക്സസിബിലിറ്റി ഇൻ ബിൽറ്റ് എൻവയൺമെന്റ് ഫോർ എൽഡേഴ്സ് ആൻഡ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ്. അപ്പൊ എൽഡേഴ്സ് ഉള്ളൊരു താമസ സ്ഥലമാണെങ്കിൽ, അല്ലെങ്കിൽ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കിയിരിക്കണം. ലൈക്ക് ഇപ്പൊ നമുക്കൊരു നടക്കാൻ പറ്റാത്തവരൊക്കെ ആണെങ്കിൽ നമ്മൾ അവര് വീൽ ചെയറിലൊക്കെ ആയിരിക്കും പോകുന്നത് അല്ലെ. അപ്പൊ ആ വീൽ ചെയറിന്റെ സൗകര്യങ്ങളൊക്കെ, അപ്പൊ അതായത് റാംസ് കൊടുക്കണം, ഇൻസ്റ്റെഡ് ഓഫ് സ്റ്റെയർ അവിടെ റാംപ് പ്രൊവിഷൻസ് കൊടുക്കണം. ഓക്കെ, അതെ. പിന്നെ സ്റ്റെപ്പ് കയറുമ്പോ ഹാൻഡ് റെയിൽസിന്റെയും കുറെ കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. ഡോർ ആണ് അൺഒബ്സ്ട്രക്റ്റഡ് വിത്ത് ഓഫ് ദ ഡോർ, അതേപോലെ അങ്ങനെ പല കാര്യങ്ങളും പറയുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇതൊന്ന് വായിച്ചാൽ മനസ്സിലാവും. ഓക്കെ, അപ്പൊ അതിലൊരു വിത്ത് ഡയഗ്രാം കാണിക്കുന്നുണ്ട്. എന്നാ കാറ്റഗറി ഇതിലിപ്പോ പറയണ മിനിമം ആക്സസിബിലിറ്റി പ്രൊവിഷൻ ഇൻ ഡിഫറെന്റ് ബിൽഡിംഗ് ഓക്യുപ്പൻസി. അപ്പൊ നമ്മൾ റെസിഡൻഷ്യൽ ബിൽഡിംഗ് എടുക്കുകയാണെങ്കിൽ അവിടെ പബ്ലിക് ഹൗസിംഗ് ഇൻക്ലൂഡിംഗ് ലോ ഇൻകം ഹൗസിംഗ് ആൻഡ് ഹൗസിംഗ് ഡെവലപ്ഡ് ബൈ പ്രൈവറ്റ് ഡെവലപ്പേഴ്സ്. അതായത് ഒരു പബ്ലിക് ഹൗസിംഗ് ആണെങ്കിൽ, ലോ ഇൻകം ഹൗസിംഗ് സ്ഥലമാണെങ്കിൽ അവിടെ എന്തൊക്കെയാണ്, all common and communal areas such as approach, entrance, exit, lift, stair, lobbies, religions, etc. and associated sanitary and other facilities there. അപ്പൊ എന്തൊക്കെയാണ് നോക്കേണ്ടത് ആണ്. അപ്പൊ നിങ്ങളിതൊന്ന് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, പിന്നെ ഒരു ഹില്ലി ഏരിയയിൽ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ എന്തൊക്കെയാ, വാട്ട് ആർ ദ സ്പെഷ്യൽ റിക്വയർമെന്റ്സ്. ഓക്കെ, പിന്നെ വിത്ത് റെസ്പെക്ട് ടു ഫയർ ആൻഡ് സേഫ്റ്റി എന്തൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്. അത് പാർട്ട് 4 ആയി. ഇതിപ്പോ നമ്മൾ നോക്കുന്ന പാർട്ട് 3 ആണല്ലോ. ഓക്കെ, ഗൈഡ് ലൈൻസ് ഫോർ റിക്വയർമെന്റ്സ് ഓഫ് ദി ബിൽഡിംഗ്. ഇത് പാർട്ട് 4 വരുന്നത് ഫയർ ആൻഡ് സേഫ്റ്റി ആണ്. പിന്നെ ഡിസൈൻ ആൻഡ് കൺസ്ട്രക്ഷൻ, ലൈറ്റിംഗ് ആൻഡ് വെന്റിലേഷൻ എങ്ങനെയൊക്കെ ആയിരിക്കണം. ഓക്കെ, അത് പാർട്ട് 8 കുറച്ചും കൂടെ ബിൽഡിംഗ് സർവീസസ് എന്ന് പറഞ്ഞിട്ടുള്ളത് പാർട്ട് 8 വരുന്നുണ്ട്. ഈ കോഡിൽ തന്നെ ഉണ്ട് എല്ലാ പാർട്സും. ഓക്കെ, പാർട്ട് 8 ബിൽഡിംഗ് സർവീസസ് വരുന്നുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് നോക്കാം. ലൈറ്റിംഗ് ആൻഡ് നാച്ചുറൽ വെന്റിലേഷനെ കുറിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, പിന്നെന്താണ് എയർ കണ്ടീഷനിങ്, ഹീറ്റിംഗ്, മെക്കാനിക്കൽ വെന്റിലേഷൻ, എക്കൗസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ സൗണ്ട് ഇൻസുലേഷൻ കൊടുക്കുക, പ്രോപ്പർ സൗണ്ട് ഇൻസുലേഷൻ. പിന്നെന്താ ഇൻസുലേഷൻ ഫോർ ലിഫ്റ്റ്, എക്സ്കവേറ്റേഴ്സ്, പിന്നെ പ്ലംബിംഗ് സർവീസസ്. ഓക്കെ, സസ്റ്റൈനബിലിറ്റി ആസ്പെക്റ്റില്, അത് സസ്റ്റൈനബിലിറ്റി ആസ്പെക്റ്റിൽ നമ്മൾ എപ്പോഴും ബിൽഡ് ചെയ്യണം എന്ന് പറയുന്നത്
അത് ഞാൻ പറഞ്ഞു, എൻവയൺമെന്റിന് ആ പ്രൊജക്റ്റ് കൊണ്ട് ഒരു ഹാമും വരാൻ പാടില്ല. ഓക്കെ. പിന്നെ അതിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസും കൂടുതൽ റീയൂസബിൾ മെറ്റീരിയൽസ്, അതായത് നമ്മൾ റീയൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് ആയാൽ നല്ലത്. കാരണം അത്രയും മെറ്റീരിയൽ യൂട്ടിലൈസേഷൻ ഒക്കെ പറയും. സോ അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട് പാർട്ട് 11. ഓക്കെ, പാർട്ട് 11. പിന്നെന്താ, അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ കുറച്ച് ബിൽഡിംഗ് റിക്വയർമെന്റ്സ്. ഓക്കെ. ഇതിപ്പോ ഞാൻ പറഞ്ഞ ഇതാ, ആന്ത്രോപോമെട്രിക് ആൻഡ് റിക്വയർമെന്റ്സ് ഫോർ ആക്സസിബിലിറ്റി ഇൻ ബിൽറ്റ് എൻവയൺമെന്റ് ഫോർ എൽഡേഴ്സ് ആൻഡ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ്. ഓക്കെ. അപ്പൊ അതെന്നാ, വീൽ ചെയർ ഉപയോഗിക്കുമ്പോൾ അപ്പൊ നമ്മൾ ആ വീൽ ചെയറിന്റെ എല്ലാം പഠിക്കണം. അങ്ങനെ നിങ്ങൾ പഠിക്കണ്ട, ഞാൻ ഉദ്ദേശിച്ചത് നമുക്ക് അങ്ങനെ ഒരു കൺസ്ട്രക്ഷൻ നടത്തണമെങ്കിൽ എന്താണ് വേണ്ടേ, അപ്പൊ എത്രയാണ് ഒരു വിഡ്ത്ത് ഓഫ് എ വീൽ ചെയർ, ഹൈറ്റ് ഓഫ് എ വീൽ ചെയർ, അപ്പൊ അതിനനുസരിച്ച് വേണ്ടേ നമ്മൾ നമ്മുടെ റാമ്പിന്റെ വിഡ്ത്ത് കൊടുക്കാനും ഒക്കെ. ഓക്കെ. സോ അപ്പൊ അത് നമ്മളപ്പോ അതിനെ കുറിച്ചൊക്കെ പഠിക്കും, എന്നാലേ നമുക്ക് ഇത് ഡിസൈൻ ചെയ്യാൻ പറ്റൂ. അപ്പൊ പല ആസ്പെക്ട്സ്, ഇതാ നോക്കൂ, ഒരാള് എന്താ പറയാ വാക്കിംഗ് സ്റ്റിക്ക് വെച്ച് നടക്കുകയാണ്. അപ്പൊ നോക്കൂ, ആൾക്ക് അത് എത്ര മീറ്റർ കണ്ടോ, 920 mm വിത്തിൽ വരെ പോവാം. അപ്പൊ അത്രയും നമ്മൾ ഒരു അപ്രോക്സിമേഷൻ, ഒരു അക്യുറേറ്റ് സ്റ്റഡി നടത്തിയാലേ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള പാസേജസ് ഡിസൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ. സോ ഇതാ പല കാര്യങ്ങൾ പറയുന്നുണ്ട് കോഡിൽ, കണ്ടോ. നിങ്ങൾ ഒന്ന് മനസ്സിലാക്കേണ്ടത് എന്താന്ന് വെച്ചാൽ ഇതൊക്കെ ഉണ്ട്, ഇങ്ങനെ ഒരു കോഡ് ഉണ്ട് ഇതിനൊക്കെ. ആൻഡ് കണ്ടോ, എന്തൊക്കെ ആസ്പെക്ട്സ് നോക്കും ഒരു ബിൽഡിംഗ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത്. കണ്ടോ, ഇപ്പൊ 2 വീൽ ചെയർസ് അടുത്തടുത്ത് വന്നു കഴിഞ്ഞാൽ സോ അവിടെ ഒരു മിനിമം വിഡ്ത്ത് വെക്കണം. നമ്മൾ കുറേ കാര്യങ്ങൾ നോക്കിയിട്ട് വേണം ഡിസൈൻ ചെയ്യാൻ. ഓക്കെ. അപ്പൊ ഈ കോഡ് നിങ്ങൾക്ക് ഞാൻ സെൻഡ് ചെയ്യാം, നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഞാൻ ഇടുന്നുണ്ട്. അപ്പൊ ഇതിൽ നിങ്ങളുടെ പോർഷൻ എന്ന് പറയുന്ന സിലബസിൽ വരുന്ന കാര്യം കുറച്ച് ജനറൽ റിക്വയർമെന്റ്സ് എന്തൊക്കെയാണ് ബിൽഡിങ്ങിൽ വേണ്ടത്. അപ്പൊ നേരത്തെ പ്ലിന്ത് ഏരിയ, പ്ലിന്ത് നമ്മൾ പഠിച്ചു, അപ്പൊ അത് തൊട്ട് തുടങ്ങാം. ഓക്കെ. നിങ്ങളാ കുറച്ച് കോമൺ കാര്യങ്ങൾ പഠിച്ചു വെക്കുക, എന്നിട്ട് കുറച്ച് പോയിന്റ്സ് നോട്ട് ചെയ്യുക നോട്ട്ബുക്കിൽ. എന്നിട്ട് മിനിമം ഞാൻ പറഞ്ഞല്ലോ ഒരു 15 പോയിന്റ്സ് നോട്ട് ചെയ്യുക, എന്നിട്ട് മാർക്കിനനുസരിച്ച് നിങ്ങൾ എഴുതുക. ഓക്കെ. അല്ലാതെ ഇത് എനിക്ക് സ്ലൈഡിലൂടെ തരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. ഓക്കെ. സോ ഇത് നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ. അപ്പൊ ഇനി നമുക്ക് ബാക്കി പോർഷനിലേക്ക് കിടക്കാം അല്ലെ. അപ്പൊ നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പൊ ഇതാ ഇതില് നമ്മുടെ ക്ലാസിഫിക്കേഷൻ ഓഫ് ബിൽഡിംഗും റിക്വയർമെന്റ്സ് ഓഫ് പാർട്ട് ഓഫ് റെസിഡൻഷ്യൽ, ഇൻസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് ഹോസ്പിറ്റൽ ബിൽഡിംഗ്. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് റെസിഡൻഷ്യൽ ബിൽഡിങ്സ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ബിൽഡിങ്സ്, ഹോസ്പിറ്റൽ ബിൽഡിങ്സ്, അപ്പൊ ഈ 3 കാര്യങ്ങൾക്കും കോമൺ ആയിട്ട് വരുന്ന കുറച്ച് ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടാവില്ലേ. അപ്പൊ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് വേണം നിങ്ങൾ ആ കോഡിലുള്ളത് പോലെ പഠിക്കാൻ. ഓക്കെ. ഇനി അടുത്ത നമ്മൾ നോക്കുന്നത് പ്രിപ്പയർ സിംഗിൾ ലൈൻ സ്കെച്ച് പ്ലാൻ. എങ്ങനെ സ്കെച്ച് പ്ലാൻ ഉണ്ടാക്കാം, ലൈൻ സ്കെച്ച് ഉണ്ടാക്കാം. ഈ ലൈൻ സ്കെച്ച് ഇതേപോലെ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ പോർഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, കാരണം ലൈൻ സ്കെച്ചും ചോദിക്കുന്നുണ്ട്. അപ്പൊ ബിൽഡിംഗ് ഓക്യുപ്പൻസി ക്ലാസിഫിക്കേഷൻ നോക്കി നമ്മൾ ഇനി സിംഗിൾ ലൈൻ സ്കെച്ച് പ്ലാൻ, ലൈൻ സ്കെച്ച് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് പറയണത് സിംഗിൾ സ്റ്റോറി റെസിഡൻഷ്യൽ ബിൽഡിംഗ്, ഡബിൾ സ്റ്റോറി റെസിഡൻഷ്യൽ ബിൽഡിംഗ്, പ്രൈമറി സ്കൂൾ ബിൽഡിങ്സ്, പബ്ലിക് ഹെൽത്ത് സെന്റർ ബിൽഡിങ്സ്. ഇത് 4 ചോദിക്കാൻ സാധ്യത. അപ്പൊ അതില് ഞാൻ കണ്ടിട്ടുള്ളത് ക്വസ്റ്റ്യൻ പേപ്പറിൽ റെസിഡൻഷ്യൽ ബിൽഡിങ്സേ കണ്ടിട്ടുള്ളൂ, അതും സിംഗിൾ സ്റ്റോറി. പക്ഷെ നമ്മൾ പഠിക്കുമ്പോൾ പ്രൈമറി സ്കൂൾ ബിൽഡിങ്ങും പബ്ലിക് ഹെൽത്ത് സെന്ററും ഒക്കെ പഠിച്ചു വെക്കണം, കാരണം ഏത് ലെവൽ വരെ ക്വസ്റ്റ്യൻ പേപ്പർ പോകും നമുക്ക് അറിയില്ല. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ എങ്ങനെയാ വരികയെന്ന് ചോദിച്ചാല്, നിങ്ങൾക്കൊരു പ്ലോട്ട് ഏരിയ തന്നിട്ടുണ്ടാവും. ഓക്കെ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പ്ലോട്ട് ഏരിയ 20 by 25 മീറ്റർ പ്ലോട്ട് ആണ്. അപ്പൊ ആ പ്ലോട്ടിൽ നിങ്ങൾ ഒരു ഹൗസ് കൺസ്ട്രക്ട് ചെയ്യണം വിത്ത് ദ ഫോളോയിങ് സ്പെസിഫിക്കേഷൻസ്. എന്തൊക്കെയാണ് അതിൽ ഉൾക്കൊള്ളേണ്ടത്? 2 ബെഡ്റൂം ഉണ്ടാവണം, 1 ഡൈനിങ് റൂം, 1 കിച്ചൺ, 1 or 2 ബാത്റൂംസ്. അപ്പൊ അത് തരും, എന്തൊക്കെയാണ് വേണ്ടത് നിങ്ങൾക്ക് തരും. സോ നിങ്ങളൊരു ജസ്റ്റ് ഒരു ലൈൻ ഡയഗ്രാം വരയ്ക്കുക. അപ്പൊ നമ്മുടെ പ്ലോട്ട് വിഡ്ത്ത് തന്നിട്ടുണ്ടല്ലോ, ലൈക്ക് ഞാൻ പറഞ്ഞു ഇപ്പൊ 20 by 25 മീറ്റർ എന്ന് പറഞ്ഞു. അപ്പൊ ആ പ്ലോട്ട് വിഡ്ത്ത് ശ്രദ്ധിക്കണം. അപ്പൊ നിങ്ങൾ എടുക്കുന്ന റൂമിന്റെ സൈസ് കണ്ടോ, റൂമിന്റെ സൈസ്
ആ സൈസും ശ്രദ്ധിക്കണം. ഓക്കെ, ഫീറ്റിലൊന്നും ഇഞ്ചസിലൊന്നും എഴുതണ്ട, നിങ്ങൾ സെന്റിമീറ്ററിൽ എഴുതിയാൽ മതി. ഓക്കെ, സെന്റിമീറ്റർ ഓർ മീറ്റർ എന്ത് യൂണിറ്റിൽ എഴുതുകയാണെങ്കിലും ശ്രദ്ധിക്കണം, നമ്മൾ അടിയിൽ ഓൾ ഡയമെൻഷൻസ് ആർ ഇൻ മീറ്റർ അല്ലെങ്കിൽ സെന്റിമീറ്റർ, നമ്മൾ ഏതാണോ ഇത് ഇവിടെ എഴുതിയത് അതൊന്ന് സ്പെസിഫൈ ചെയ്യണം. ഓക്കെ, പിന്നെ അതേപോലെ സ്കെയിലും സ്പെസിഫൈ ചെയ്യാൻ സ്പെസിഫൈ ചെയ്യണം. ഓക്കെ, 1:100, 1:200, അങ്ങനെ ഏത് സ്കെയിലിലാണ് നമ്മൾ വരച്ചത് എന്നും കൂടെ ഒന്ന് സ്പെസിഫൈ ചെയ്ത് വെക്കണം. ഏതൊരു ഡ്രോയിങ്ങിലും, ഈ ബിൽഡിംഗ് ഡ്രോയിങ് സബ്ജക്റ്റിൽ എപ്പോൾ നിങ്ങൾ ഒരു സ്കെച്ച് വരയ്ക്കുന്നോ അപ്പം നിങ്ങൾ എഴുതേണ്ട, ആ സ്കെച്ചിന്റെ താഴെ എഴുതേണ്ട ഒരു കാര്യമാണ് ഓൾ ഡയമെൻഷൻസ് ആർ ഇൻ മീറ്റർ ഓർ സെന്റിമീറ്റർ. അതിപ്പോ നിങ്ങൾ എടുത്തത് ഏതാണോ അതിൽ, ഇപ്പൊ നിങ്ങളിപ്പോ ഇവിടെ ഈ ഒരു ലൈൻ, ഇതൊരു 20 മീറ്റർ ലൈനാണ് എന്ന് വിചാരിക്കാം. 20 മീറ്റർ നിങ്ങൾ ഇവിടെ 20 എന്ന് എഴുതി, ഇവിടെ ഡയമെൻഷൻ കൊടുത്തിട്ട് നിങ്ങൾ 20 എന്ന് എഴുതി. ഓക്കെ, 20 എന്ന് എഴുതി. അപ്പൊ 20 എന്ന് പറഞ്ഞാൽ അത് മീറ്റേഴ്സിലാണ്. അപ്പൊ നിങ്ങൾ ഇവിടെ ഇത് ഓൾ ഡയമെൻഷൻസ് ആർ ഇൻ മീറ്റേഴ്സ് അങ്ങനെ സ്പെസിഫൈ ചെയ്യണം. അപ്പൊ ആ 20 മീറ്ററിൽ എഴുതി കഴിഞ്ഞാൽ പിന്നെ ഈ ഡ്രോയിങ്ങിൽ നിങ്ങൾ എഴുതുന്ന എല്ലാ മെഷർമെന്റ്സും മീറ്റേഴ്സിൽ തന്നെ ആയിരിക്കണം. ഒന്ന് മീറ്ററിലും മറ്റേത് സെന്റിമീറ്ററിലും ആവാൻ പാടില്ല. എഴുതുന്ന ഡയമെൻഷൻ എല്ലാം ഒരേ യൂണിറ്റ് തന്നെ എഴുതാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും ഏതൊക്കെ റൂംസ് ആണ് വേണ്ടത്. അപ്പൊ ആ റൂംസ് ഒക്കെ ഇൻക്ലൂഡഡ് ആക്കിയിട്ട് വരയ്ക്കാൻ ശ്രമിക്കുക. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ ശ്രദ്ധിക്കേണ്ടത്. ഒരു വീട് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ടോയ്ലറ്റ്സ് ശ്രദ്ധിക്കണം. ടോയ്ലറ്റ്സ് പ്രിഫറബിളി എന്നല്ല, അത് എന്താ ബോർഡറിലായിരിക്കണം. ഓക്കെ, കാരണം അതിന് നമ്മൾ ബാത്റൂംസിന് വെന്റിലേഷൻ കൊടുക്കും ടോയ്ലറ്റ്സിൽ. അപ്പൊ വെന്റിലേഷൻ എന്ന് പറയുമ്പോൾ പുറത്തേക്ക് വേണം, അതിന്റെ എന്നാ എയർ പാസേജ് പുറത്തേക്ക് വേണ്ടേ കൊടുക്കാൻ. ഓക്കെ, സോ ബാത്റൂംസ് ഒക്കെ എപ്പോഴും നമ്മൾ എക്സ്ചേഞ്ചിൽ കൊടുക്കണം. അതായത് നടുവിൽ കൊണ്ടുപോയിട്ട് ബാത്റൂം കൊടുക്കാൻ പാടില്ല. നമ്മൾ എപ്പോഴും കൊടുക്കുമ്പോൾ നമ്മുടെ ബിൽഡിങ്ങിന്റെ എക്സ്റ്റീരിയർ വാളിനോട് അടുപ്പിച്ചേ കൊടുക്കാവൂ ബാത്റൂംസ്. ഓക്കെ, പിന്നെ അതേപോലെ ബെഡ്റൂംസും അതെ, എക്സ്റ്റീരിയറിൽ കൊടുത്താലേ നമുക്ക് വിൻഡോസ് കൊടുക്കാൻ പറ്റും. ബെഡ്റൂംസിൽ വിൻഡോസ് വേണമല്ലോ. പിന്നെ അങ്ങനെ ചില കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, ഒരു ഒരു വീട് വരയ്ക്കുമ്പോൾ കിച്ചൺ എല്ലാം നമുക്കൊരു എക്സ്റ്റീരിയർ വിൻഡോ വേണം. ഒന്നും ഉള്ളിൽ കൊണ്ടുപോയി വരച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അങ്ങനെ വരയ്ക്കാൻ പറ്റുന്ന ഇപ്പൊ ലിവിങ് റൂം നോക്കൂ. ഇപ്പൊ ഇതിലിപ്പോ ഈ സ്കെച്ച് കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നോക്കൂ, ഇതൊരു 2 bedroom 2 bath ഹൗസ് ആണ് കേട്ടോ. അപ്പൊ ഇതിപ്പോ നമ്മൾ ഇത് കൂടെ എൻട്രി ചെയ്യാണ്, ഡോറ് തുറന്ന് എൻട്രി ചെയ്തു. സോ ദിസ് ഇസ് ദ ലിവിങ് റൂം. ലിവിങ് റൂം, പിന്നെ ഇവിടെ ഒരു ഡൈനിങ് റൂമിന് തൊട്ടടുത്ത് തന്നെ ഉണ്ട് ഒരു കിച്ചൺ. ഓക്കെ, കിച്ചണിലെല്ലാം കാണിക്കുന്നുണ്ട് കൃത്യമായിട്ട് എവിടേക്കാണ് ഗ്യാസ് വെക്കുക, ബർണർ വെക്കുക, പിന്നെ സിങ്ക്. ഓക്കെ, അങ്ങനെ എല്ലാം കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ ബെഡ്റൂം, പിന്നെ അതാ ഇവിടെ ഒരു ലിവിങ് റൂമിന്ന് ഒരു ബെഡ്റൂമിലേക്ക്, രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക്, പിന്നെ ഇവിടെ ഒരു കോമൺ ബാത്ത്. ഓക്കെ, പിന്നെ ഒരു അറ്റാച്ച്ഡ് ബാത്ത് ഉണ്ട്, അറ്റാച്ച്ഡ് ക്ലോസറ്റും ഉണ്ട് സെപ്പറേറ്റ്. ഓക്കെ, സോ ഇങ്ങനെ നമുക്ക് ഡിസൈൻ ചെയ്യാം. അപ്പൊ ഇത് ഒരു റെസിഡൻഷ്യൽ ബിൽഡിംഗ് ചോദിച്ചു കഴിഞ്ഞാൽ അത് വലിയ കോംപ്ലിക്കേഷൻ ഇല്ല. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഡിസൈൻ ചെയ്യുമ്പോൾ മെഷർമെന്റ്സ് ശ്രദ്ധിക്കണം. നമുക്ക് തന്നിട്ടുണ്ടാവും ഒരു പ്ലോട്ട് ഏരിയ ആണ്. അപ്പൊ ആ പ്ലോട്ട് ഏരിയയിൽ നമ്മൾ ഓരോ റൂംസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹൊറിസോണ്ടലിയും വെർട്ടിക്കലിയും നോക്കുക അത് കറക്റ്റ് തന്നെയല്ലേ. ഓക്കെ, അതായത് എക്സ് ആക്സിസും വൈ ആക്സിസും ശരിക്കും ആ ഡയമെൻഷൻസിന്റെ ഉള്ളിൽ തന്നെ വരുന്നില്ലേ എന്നൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അതാണ് ഇവിടെ ഇമ്പോർട്ടൻറ്റ്. പിന്നെ തന്നിട്ടുള്ള നമുക്ക് എന്തൊക്കെ വേണം എന്ന് പറയുന്നുണ്ടല്ലോ ഒരു വീട്ടില്, അത് തരും. അതായത് ഒരു ഡൈനിങ് റൂം വേണം, ഒരു ലിവിങ് റൂം വേണം, 2 bedrooms വേണം, 2 bathroom വേണം എന്നൊക്കെ പറയും. അപ്പൊ അതൊക്കെ എന്തായാലും ഉണ്ടായിരിക്കണം. അതൊന്നും കൂടെ ക്രോസ് ചെക്ക് ചെയ്യുക വരച്ചു കഴിഞ്ഞിട്ട്, ആ തന്നിരിക്കുന്ന എല്ലാം, ചോദിച്ചിരിക്കുന്ന എല്ലാം നമ്മൾ വരച്ചിട്ടില്ലേ എന്ന്. ഓക്കെ, പിന്നെ ഒരു ഡബിൾ സ്റ്റോറി ഹൗസ് ചോദിച്ചാൽ നമ്മൾ 2 ഫ്ലോർ പ്ലാൻ കാണിക്കുക. ഫസ്റ്റ് ഫ്ലോർ ഓർ ഗ്രൗണ്ട് ഫ്ലോറും കാണിക്കുക, സെക്കൻഡ് ഫ്ലോറും കാണിക്കുക. അപ്പൊ നമ്മൾ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ ഈ വാൾസ് ഒക്കെ ഇല്ലേ, ഈ ഫസ്റ്റ് ഫ്ലോറത്തെ വാള് തന്നെയാണ് നമ്മളെ സെക്കൻഡ് ഫ്ലോറത്തെയും എങ്ങോട്ട് പോണത്,
ഇതാക്കണ്ടോ. അപ്പൊ നമ്മൾ നോക്കൂ, ഇതിപ്പോ നോക്കൂ, ഇതിപ്പോ നമ്മള് എങ്ങനെയാ കയറണേ? ഇതാണ് ഫസ്റ്റ് ഫ്ലോർ, ഇതാണ് സെക്കൻഡ് ഫ്ലോർ. ഓക്കെ, അപ്പൊ നമ്മള് ഇവിടെ കയറി, ഗരാജ് ഇവിടെയാണ് കാർ നിർത്തുന്നത്, കാർ പോർച്ച്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ കയറി, ഉള്ളിൽ ഇതാണ് നമ്മുടെ ലിവിംഗ് റൂം. ഇങ്ങനെ കയറി, ഇത് ഡൈനിങ് റൂം. ഓക്കെ, ഇവിടെ ഒരു സ്റ്റെയർസ് ഉണ്ട്, കയറി ഉടനെ തന്നെ ഇവിടെ ഒരു സ്റ്റെയർസ് ഉണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ മുകളിലെത്തി. അപ്പൊ ഡബിൾ സ്റ്റോറി ആണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം സ്റ്റെയർസ് വേണം, നിർബന്ധമാണ്. കാരണം സെക്കൻഡ് ഫ്ലോറിലേക്ക് എത്തണമെങ്കിൽ സ്റ്റെയർസ് വേണ്ടേ. ഓക്കെ, അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ വാള് ഫസ്റ്റ് ഫ്ലോറത്തെ വാളിന്റെ മേലെ തന്നെ ആയിരിക്കണം സെക്കൻഡ് ഫ്ലോറത്തെ വാള് കേട്ടോ. മനസ്സിലായില്ലേ? ആ, അപ്പൊ കണ്ടോ, ഇതില് വാള് ഇപ്പൊ ഇതാ ഈ ഡാർക്ക് ബ്ലാക്ക് ലൈൻസ് കാണിക്കുന്നത് വാൾസ് ആണല്ലോ. അപ്പൊ അതേ വാൾ തന്നെയാണ് ഇവിടെയും, കണ്ടോ. ഇതാണ് ഒരു പാർട്ടീഷൻ ഇതാ അവിടെ. പിന്നെ അതേപോലെ ഇതൊരു മെയിൻ വാളാണ്, മെയിൻ വാള്. അപ്പൊ അതാ ഇവിടെ ഈ മെയിൻ വാൾസ് എപ്പോഴും സെയിം ആയിരിക്കും. ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും എത്ര ഫ്ലോർ ഉണ്ടോ അത്രയും ഫ്ലോറിന്റെയും മെയിൻ വാൾസ് സെയിം ആയിരിക്കും. പിന്നെ വ്യത്യാസം വരിക പാർട്ടീഷൻ വാൾസിലാണ്. ഇപ്പൊ ഇതൊരു ബാത്റൂം നോക്കൂ, ബെഡ്റൂം. ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട് സെക്കൻഡ് ഫ്ലോറിൽ. ആ ബെഡ്റൂമിന് അറ്റാച്ച് ചെയ്തിട്ട് നമ്മളൊരു ബാത്ത് കൊടുക്കുകയാണ്, ഒരു ബാത്റൂം, അല്ലെങ്കിൽ ലെറ്റ് ഇറ്റ് ബി ഡ്രസ്സിംഗ് ഏരിയ, എന്തും ആയിക്കോട്ടെ. അപ്പൊ അത് എന്ന് പറയുന്ന ഒരു പാർട്ടീഷൻ വാളാ. നോക്കൂ, ഇവിടെ ഇല്ലല്ലോ ആ വാള്. സോ ദാറ്റ് ഇസ് എ പാർട്ടീഷൻ വാൾ. അങ്ങനത്തെ ചെറിയ വാൾസ് ഒക്കെ നമുക്ക് ഉണ്ടാക്കാം, ഇൻക്ലൂഡ് ചെയ്യാം. പക്ഷെ മെയിൻ വാൾസ് എന്ന് പറയുന്നത് രണ്ടിലും സെയിം ആയിരിക്കണം, ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും. പിന്നെ നമുക്ക് തന്നിരിക്കുന്ന എല്ലാ റൂമുകളും ഉൾക്കൊണ്ട് വേണം നമ്മൾ നമ്മുടെ പ്ലാൻ വരയ്ക്കാൻ, തന്ന പ്ലോട്ട് ഏരിയയിൽ. ഓക്കെ, അപ്പൊ അത് ശ്രദ്ധിച്ച് നിങ്ങൾക്ക് ലൈൻ പ്ലാൻ വരയ്ക്കാം. ലൈൻ പ്ലാൻ വരയ്ക്കുമ്പോൾ ഈ വാൾ തിക്നെസ് പോലും എടുക്കണ്ട. ഓക്കെ, ജസ്റ്റ് നമ്മൾ ആ ലൈൻ സ്കെച്ച് വരച്ചാൽ മതി, ലൈനിൽ വരച്ചാൽ മതി കേട്ടോ. ഈ വാൾ തിക്നെസ് പോലും വേണ്ട, ജസ്റ്റ് ഇതുപോലത്തെ ലൈനായിട്ട് വരച്ചാൽ മതി. പിന്നെ നിങ്ങൾക്ക് പ്രൈമറി സ്കൂൾ ബിൽഡിംഗ് ചോദിക്കാം. പ്രൈമറി സ്കൂൾ ബിൽഡിങ്ങിൽ അപ്പൊ ഒരു സ്കൂൾ ബിൽഡിംഗ് ആണ്. അപ്പൊ എന്തൊക്കെയാ വേണം സ്കൂൾ ബിൽഡിങ്ങിൽ? ക്ലാസ് റൂമുകൾ ഉണ്ടാവും, നമുക്കറിയാം. പിന്നെ അതേപോലെ ഈ സ്കൂൾ ബിൽഡിംഗ് നോക്കൂ, നിങ്ങൾക്ക് കണ്ടാൽ അനലൈസ് ചെയ്യാൻ പറ്റുമോ നോക്കൂ. അപ്പൊ ഇവിടുന്ന് ഇത് കൂടെയാണ് ഞാൻ കയറുന്നത്. ഓക്കെ, കയറി ഇവിടെ ഒരു കോർട്ട് യാർഡ് ഉണ്ട്, കയറി പിന്നെ ഇവിടുത്തെ കൂടെ പോകുമ്പോൾ ഇതൊരു കമ്പ്യൂട്ടർ ലാബാണ്. കയറുമ്പോൾ തന്നെ ഒരു കമ്പ്യൂട്ടർ ലാബാണ് കാണുന്നത്. പിന്നെ ഇവിടെ ക്ലാസ് റൂംസ് ഉണ്ട്. ഓക്കെ, പിന്നെന്താ ഇത് കൂടെ പിന്നെന്താ ഇവിടെ എന്തൊക്കെയാണുള്ളത് നോക്കൂ. മൾട്ടിമീഡിയ റൂം, ആർട്ട് റൂം, മ്യൂസിക് റൂം, പിന്നെ ലാബുകൾ ഉണ്ട് ഇവിടെ, പിന്നെ ഒരു ഓഫീസ് ഉണ്ട്, പിന്നെ റീഡിംഗ് റൂം. ഓക്കെ, ലൈബ്രറി, റീഡിംഗ് റൂംസ്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഒരു പ്രൈമറി ഒരു സ്കൂൾ ബിൽഡിങ്ങിൽ ഉണ്ടാവാവുന്ന. അപ്പൊ നമുക്കിപ്പോ ഇതേ ഡിസൈനിൽ നിങ്ങൾ വരയ്ക്കണ്ട, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ വരയ്ക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം, തന്ന പ്ലോട്ട് ഏരിയയിലെ ഉള്ള ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചുകൊണ്ട് വേണം ഓരോ റൂം സൈസും കൊടുക്കാൻ. ഓക്കെ, പിന്നെ ഇനി നിങ്ങൾക്ക് ഒരു ബിൽഡിംഗ് കൂടെ പറയുന്നുണ്ട് കേട്ടോ, പബ്ലിക് ഹെൽത്ത് സെന്റർ പറയുന്നുണ്ട്. ഈ പബ്ലിക് ഹെൽത്ത് സെന്ററിന്റെ ഡയഗ്രാം ഞാൻ കൊടുത്തിട്ടില്ല. അപ്പൊ അത് നിങ്ങൾക്ക് ഒരു അസൈൻമെന്റ് ആയിട്ട് ഞാൻ തരികയാണ്. അപ്പൊ ആ അസൈൻമെന്റ് എന്താന്ന് വെച്ചാല്, നിങ്ങൾ ഒരു പബ്ലിക് ഹെൽത്ത് സെന്റർ, അപ്പൊ അതല്ലേ നമ്മളോട് ചോദിച്ചത്, നാലാമത്തെ പബ്ലിക് ഹെൽത്ത് സെന്റർ ബിൽഡിംഗ്. പബ്ലിക് ഹെൽത്ത് സെന്റർ ബിൽഡിങ്ങിൽ എന്തൊക്കെ വരാം, ഏതൊക്കെ റൂംസ് വരാം എന്ന് നിങ്ങളൊന്ന് സെർച്ച് ചെയ്യാം. എന്നിട്ട് അതിന്റെ ഒരു ലൈൻ സ്കെച്ച് വരച്ച് സബ്മിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതാണ് നിങ്ങളുടെ സെക്കൻഡ് അസൈൻമെന്റ് കേട്ടോ. BPDയിലെ പബ്ലിക് ഹെൽത്ത് സെന്റർ ബിൽഡിങ്ങിന്റെ ഒന്ന് നോക്കുക, ഏതൊക്കെ റൂംസ് വരാം, എന്നിട്ട് അതിന്റെ ഒരു ലൈൻ സ്കെച്ച് വരയ്ക്കുക. എനിക്ക് പ്ലോട്ട് ഏരിയ ഒന്നും ഞാൻ പറയുന്നില്ല, ജസ്റ്റ് എനിക്കൊരു ലൈൻ സ്കെച്ച്, ഒരു റഫ് ലൈൻ സ്കെച്ച് തരിക. ഓക്കെ, പ്ലോട്ട് ഏരിയ ഒന്നും ഇപ്പൊ പറയുന്നില്ല. ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ളത് റെസിഡൻഷ്യൽ ബിൽഡിങ്സ് ആണെങ്കിലും നിങ്ങളൊന്ന് പ്രിപ്പയർ ഫോർ ദ വേർസ്റ്റ് സിറ്റുവേഷൻ കേട്ടോ. പബ്ലിക് ഹെൽത്ത് സെന്റർ പഠിച്ചാൽ നിങ്ങൾക്ക് റെസിഡൻഷ്യൽ ബിൽഡിംഗ് സുഖമായിട്ട് വരയ്ക്കാൻ പറ്റും. ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.
താങ്ക് യു.